നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ സാറും സൂചിപ്പിക്കുകയുണ്ടായി സ്കോപ്പ് എന്നത്. അപ്പോൾ ജോലി സാധ്യത എത്രത്തോളമാണ് എന്നതായിരിക്കുമല്ലോ രക്ഷിതാക്കളും കുട്ടികളും എപ്പോഴും അതിനെപ്പറ്റിയായിരിക്കും എപ്പോഴും വ്യാകുലരാകുന്നത്. ഇപ്പം കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഈ പല മേഖലകളിലുള്ള കോഴ്സുകളുണ്ട്. ഒരുപക്ഷെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അറിയാത്ത പല കോഴ്സുകളും ഒരുപക്ഷെ കുട്ടികൾക്ക് അതിനെപ്പറ്റി ധാരണയുണ്ടാകും. എന്നാൽ അതേസമയം അധ്യാപകരും ഈ രക്ഷിതാക്കളും ഒക്കെ പറയുന്നത് ജോലി സാധ്യത എത്രത്തോളം ഉണ്ടാകും. ഇപ്പോൾ നന്ദനയും അത്തരത്തിലൊരു സംശയമാണ് ചോദിച്ചത്. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഒരു കോഴ്സിനെ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുവായ ഒരു കാര്യം പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കോഴ്സുകളും അടിസ്ഥാനപരമായി നല്ലത് തന്നെയാണ്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ചിലപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തസ്തികകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം, ഒഴിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. പക്ഷേ 2-3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു കുട്ടി കാർഡിയോ വാസ്കുലർ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പഠിക്കാനുള്ള വിഷയങ്ങൾക്കപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പരിശ്രമം കുട്ടി സ്വയം നടത്തുകയാണെങ്കിൽ ആ മേഖലയിലെ ഏറ്റവും എക്സ്പെർട്ടൈസുള്ള കുട്ടിയായിട്ട് ആ കുട്ടി മാറും. അതാണ് വളരെ പ്രധാനപ്പെട്ട. അത്തരത്തിലുള്ള ഒരു മനോഭാവം സൃഷ്ടിക്കാനുള്ള വ്യക്തിത്വ വികസനം ഈ കുട്ടിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി ഏത് കോഴ്സ് പഠിച്ചാലും ആ മേഖലയിലെ ഏറ്റവും മികച്ച വ്യക്തിയായിട്ട് അദ്ദേഹം മാറിത്തീരും എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് അതിൻ്റെ പെർഫെക്ഷനോട് കൂടി പഠിച്ചു തീർക്കുക, ഒന്നുപോലും മിസ്സാവാതിരിക്കുക. അതിൻ്റെ തിയറി ആയാലും അതിൻ്റെ അപ്ലിക്കേഷൻ സൈഡായാലും പരിപൂർണമായ പഠനം സാധ്യമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പോയിന്റ്, നാം പഠിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ നല്ല ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ്. ഏറ്റവും മികച്ച പഠനം, ഉദാഹരണം പറയുകയാണെങ്കിൽ മെഡിക്കൽ സയൻസ് പഠിക്കാൻ നമുക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉള്ളതുപോലെ, അതേപോലെ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ IIT എന്ന പ്രതീക്ഷ പോലെ, ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പലപ്പോഴും നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ, സ്വാഭാവികമായി നമുക്ക് എല്ലാ കോഴ്സുകൾക്കും അതിൻ്റെ മികച്ച സ്ഥാപനം കണ്ടെത്താൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെ വ്യക്തിയാണ് പ്രധാനം, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്, എവിടെ പഠിക്കുന്നു എന്നുള്ള പ്രധാനമാണ്. അതുപോലെ തന്നെ സ്വന്തമായ അഭിപ്രായ രൂപീകരണം, സ്വന്തമായി അറിവ് നേടാനുള്ള കുട്ടികളുടെ കഴിവ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.